വെൽക്കം ചിൽഡ്രൻ, വെൽക്കം ടു APD മാത്ത്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 9th സ്റ്റാൻഡേർഡ് ഗണിതമഞ്ജരി ചാപ്റ്റർ 1 യൂസസ് ഓഫ് കോർഡിനേറ്റ്സ് എൻഡ് ഓഫ് എക്സസൈസസ്. ഓക്കെ, എന്താ 10th ക്വസ്റ്റ്യനിൽ യൂസ് ദ കണക്ഷൻ യു ഫൗണ്ട് ടു ഫൈൻഡ് ദറ്റ് ഇസ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഞാനൊരു ഒരു ഫോർമുല എഴുതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 9th ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ കണക്ഷൻ യൂസ് ചെയ്തിട്ട് യൂസ് ദ കണക്ഷൻ you found to find the coordinates of B given that m minus 7 comma 1 is the midpoint of A 3 comma minus 4 and B x comma y. Okay. That is ഒരു നമ്മൾക്കൊരു m ഒരു the midpoint is m. Okay. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. കാർട്ടീഷ്യൻ പ്ലെയിനിലാണെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോർഡിനേറ്റ് ജോമെട്രിയിലാണ്. കോർഡിനേറ്റ്സ് ആർ ഗിവൻ. അപ്പോൾ നമുക്കൊരു റഫ് ഡയഗ്രാം നമുക്ക് വരച്ചു നോക്കാം. ഒരു റഫ് ഡയഗ്രാം ദറ്റ് ഈസ് എ ബി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, എ എന്നുള്ളൊരു പോയിന്റ്, ബി എന്നുള്ളൊരു പോയിന്റ്. ഓക്കെ, നോക്കാം. അപ്പം എ എന്ന് പറയുന്നത് ഇത് എ ആണ്, ഇത് ബി ആണ്. റൈറ്റ്, എ ഇസ് 3 minus 4 ആണ്, ബി ഇസ് x, y ആണ്. എക്സ് വൈ എന്റെ കോർഡിനേറ്റ് 3 minus 4 ആണ്, ബി x, y ആണ്. ആൻഡ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് മിഡ് പോയിന്റ്. റൈറ്റ്, സപ്പോസ് എം ഇസ് എ മിഡ് പോയിന്റ്. എന്റെ ബിന്റെ എക്സാക്ട് മിഡ് പോയിന്റ് എം ആണെങ്കിൽ ഇത് ഒരു -7, 1 -7, 1 we are given coordinate, we are given midpoint coordinate, we are given, right? So we have to find the mid, use the connection and B. Use the connection you found to find the coordinates of B. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റൈറ്റ്, ഇതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. 3 എ തന്നിട്ടുണ്ട്, ബി ഓൺലി ഗിവൺ x, y, എം എന്നുള്ള പോയിന്റ് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് മിഡ് പോയിന്റ് എന്നാണ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ഇല്ല, മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്, x, y എന്താണ്, ബി എന്നുള്ള പോയിന്റ് എന്താണ്. അപ്പൊ എന്താണ് മിഡ് പോയിന്റ് ഫോർമുല? എം ഇസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഇതാണ് എം അല്ലെ. ലെറ്റ് എം ഇസ് ഈക്വൽ ടു എം x, y ആണെന്ന് വിചാരിക്കാം. ലെറ്റ് എം x, y ആണെങ്കിൽ ഇതിന് മിഡ് പോയിന്റ് എന്താ വരിക? ദറ്റ് ഈസ് x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. ഇതാണ് ഇതിലെ മിഡ് പോയിന്റ്. റൈറ്റ്, ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ x, y, ബട്ട് വി ആർ ഗിവൺ -7, 1. റൈറ്റ്, എം എന്നുള്ളൊരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതില് മിഡ് പോയിന്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എമ്മിന്റെ പ്ലേസിൽ എം എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എമ്മിന്റെ പ്ലേസിൽ നമുക്ക് -7, 1 എഴുതാം. മിഡ് പോയിന്റ് ഫോർമുല യൂസ് മിഡ് പോയിന്റ് -7, 1 എഴുതാം. ഇനി നമ്മൾ ഫോർമുല യൂസ് ചെയ്യാൻ പോവാണ്. എക്സ് ഇസ് 3 അല്ലേ. ഇതിലിപ്പോ ഇതാണ് x1, ഇതാണ് y1. റൈറ്റ്, ഇത് x2, ഇത് y2. ഇങ്ങനെ എടുക്കാം നമുക്ക്. x, y എന്നാണ് പോയിന്റ് തന്നിട്ടുള്ളത്. പക്ഷെ ഒരു എൻഡിലെ പോയിന്റ് x1, y1, അനദർ എൻഡ് x2, y2. ഇനി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതില് 3, x1 എന്നുള്ള പോയിന്റ് 3 ആണ്, x2 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, x തന്നെയാണ് അല്ലെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ y1 എന്നുള്ള പോയിന്റ് -4 ആണ്, y2 എന്നുള്ള പോയിന്റ് എന്താണ്, y ആണ്. ഓക്കെ, y ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് എന്താണ്, ഈ എക്സും വൈയും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് എക്സ് ആൻഡ് വാട്ട് ഈസ് വൈ. ദെൻ വിൽ ഗെറ്റ് ദ പോയിന്റ് ബി. അങ്ങനെയല്ലേ ഇത്? അപ്പൊ അതിന് ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു x, y ഉണ്ട്, ഇവിടെ x, y ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു കോർഡിനേറ്റ് xy ഈസ് ഈക്വൽ ടു xy എന്നുള്ളതാണെങ്കിൽ അല്ലെ, എപ്പോഴും xy ഈസ് ഈക്വൽ ടു എക്സും കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും, y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. സപ്പോസ് യു ആർ ഗെറ്റിംഗ് xy ഈസ് ഈക്വൽ ടു ഒരു 5,3 ആണ് വിചാരിക്കുക. സോ എക്സ് കോർഡിനേറ്റ് എന്താണ്, 5 ആണ്, y കോർഡിനേറ്റ് 3 ആണ്. ഇതേമാതിരി ഇവിടെ -7ഉം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 3 + x/2 ആണ്. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 is equal to -4 + y/2. ഇത് നമ്മൾക്ക് ഇത് ഈക്വൽ ആക്കാം. ദറ്റ് ഈസ് 3 + x/2 is equal to -7. ഓക്കെ, ഇങ്ങനെ എഴുതാം. എക്സ് കോർഡിനേറ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതേമാതിരി -4 + 5/2 is equal to 1. ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഉണ്ടോ, എക്സ് കോർഡിനേറ്റ് is equal to x കോർഡിനേറ്റ്, y കോർഡിനേറ്റ് is equal to y കോർഡിനേറ്റ്. അപ്പൊ 3 + x/2 is equal to -7, -4 + y/2 is equal to 1. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. റൈറ്റ്, അപ്പൊ ഇതിലെന്താ, 3 + x is equal to -7 is ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.
ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. സോ 3 പ്ലസ് എക്സ്. സോ 3 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 14 ആയി. Therefore, x is equal to minus 14 minus 3. That is minus 17 ആയത്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇതിൽ എന്താവും ഇത് മൈനസ് 17 ആയി എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇനി വൈ കോർഡിനേറ്റ് എന്താ വരിക? നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. Minus 4 plus 5, y is equal to 2 into 1. 2 ones are 2 is multiplying with 1, that is 2. That is minus 4 plus y is equal to 2. Therefore, y is equal to 2 minus 4 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 4 ആവും. റൈറ്റ്? ട്രാൻസ്പോസ് ഓഫ് minus 4 is plus 4. അപ്പോൾ 2 plus 4 is 6. Okay. So y coordinate is 6. അപ്പോൾ what is the b coordinate? ബി എക്സ് കൊമ വൈ അല്ലേ? ബി എക്സ് കൊമ വൈ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് -17,6 ആണ്. ഓക്കെ, -17,6 ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എന്താണ്? ഇതാണ് പോയിന്റ്. നമ്മൾക്ക് ഈ ബി എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? -17,6. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.